ലോകത്ത് അസുരന്മാരുടെ അതിക്രമം വർദ്ധിക്കുകയും ദേവന്മാർക്ക് പോലും അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഈ അസുരന്മാരിൽ ഏറ്റവും ശക്തനായ ഒരുവൻ തന്റെ രക്തത്തിൽ നിന്ന് ഓരോ തുള്ളി നിലത്ത് വീഴുമ്പോഴും ആയിരക്കണക്കിന് പുതിയ അസുരന്മാർ ജനിക്കുന്ന വരം നേടിയവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഈ ഘട്ടത്തിൽ ദേവന്മാർ ഒന്നടങ്കം ആദിപരാശക്തിയായ ദേവിയെ അഭയം പ്രാപിച്ചു. ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ആദിപരാശക്തിയായ ദേവി തന്റെ രൗദ്രഭാവമായ മഹാകാളിയായി അവതരിച്ചു. കറുത്ത നിറവും നീണ്ടുകിടക്കുന്ന നാവും തുറച്ചു നോക്കുന്ന കണ്ണുകൾ, കയ്യിൽ വാൾ, ത്രിശൂലം എന്നിവയുമായി ഭയാനകമായ രൂപത്തിൽ കാളി പ്രത്യക്ഷപ്പെട്ടു. കാളിയുടെ ഓരോ ചലനത്തിലും പ്രപഞ്ചം വിറച്ചു. കാളി അസുരന്മാരുമായി ഘോര യുദ്ധം ആരംഭിച്ചു. അസുരന്റെ രക്തം നിലത്ത് വീഴുമ്പോഴെല്ലാം പുതിയ അസുരന്മാർ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. കാളി അസുരന്റെ രക്തം ഒരു തുള്ളി പോലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ തന്റെ നീണ്ട നാവ് കൊണ്ട് എല്ലാ രക്തവും കുടിച്ചു തീർത്തു. ഒടുവിൽ രക്തം നഷ്ടപ്പെട്ട അസുരൻ ദുർബലനായപ്പോൾ കാളി ആ നീചനായ അസുരനെ നിഗ്രഹിച്ചു. എന്നാൽ അസുരനെ നിഗ്രഹിച്ചത് കൊണ്ടും കാളിയുടെ കോപം ശമിച്ചില്ല. അവർ സംഹാര താണ്ഡവം തുടർന്നു. ആ കോപത്തിൽ ലോകം മുഴുവൻ നശിക്കുമെന്ന അവസ്ഥയായി. കാളിയുടെ ഓരോ ചുവടുവെപ്പിലും ഭൂമി കുലുങ്ങാൻ തുടങ്ങി. പർവ്വതങ്ങൾ ഇളക്കി ആകാശവും പാതാളവും പ്രകമ്പനം കൊണ്ടു. ദേവന്മാർക്കും ഋഷിമാർക്കും കാളിയുടെ കോപം ശമിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ ഭയന്നുകൊണ്ട് പരമശിവനെ അഭയം പ്രാപിച്ചു. ലോകത്തെ രക്ഷിക്കാൻ ശിവൻ ഒരു വഴി കണ്ടെത്തി. കാളിയുടെ സംഹാര താണ്ഡവത്തിൽ അവളുടെ പാതയിൽ ഒരു നിർജീവ ശരീരമായി ശിവൻ കിടന്നു. കോപത്തിൽ മതിമറന്ന കാളി താൻ ആരുടെ മുകളിലൂടെയാണ് ചവിട്ടി നീങ്ങുന്നതെന്ന് അവൾ ശ്രദ്ധിച്ചില്ല. ശിവന്റെ ശരീരത്തിൽ ചവിട്ടിയതും കാളിക്ക് പെട്ടെന്ന് ബോധോദയമുണ്ടായി. തന്റെ പ്രിയ ഭർത്താവായ പരമശിവന്റെ നെഞ്ചിലാണ് താൻ ചവിട്ടിയതെന്ന് മനസ്സിലാക്കിയ നിമിഷം അവളുടെ കോപം ആ നിമിഷം കെട്ടടങ്ങുകയും ചെയ്തു. ജയ് മഹാകാളി.